മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും എഴുതാൻ ബുക്കൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് മടക്കി വെച്ചോ. നമുക്ക് എഴുതാനൊന്നുമില്ല. എഴുതേണ്ട ആവശ്യമില്ല. എഴുതേണ്ട ആവശ്യം. നിങ്ങളെല്ലാം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏതാ? അപ്പോ 6ലേക്ക് 6, 5, 4 എന്തായാലും 9-നകത്തുള്ള കുട്ടികളാണല്ലോ. ഏതാ? 10ാം ക്ലാസ്സിലാണ് രണ്ടുപേരും. ഇനി നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ ഞാൻ ഒരാളിന്റെ പേര് അമൃതേഷിന്റെ പേര് പഠിച്ചു. പിന്നെ എല്ലാവരും നിങ്ങൾ പേര് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും പേര് ഏറ്റവും ഉച്ചത്തിൽ നന്നായിട്ട് പറയണം. അതിൽ ഏറ്റവും നന്നായിട്ട് കേൾക്കുന്ന പേര് ഞാനങ്ങ് പഠിക്കും. അപ്പോൾ റെഡിയാണോ അല്ലയോ? യെസ്സോ? യെസ് എന്നല്ലോ? യെസ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേരെന്താണ്? ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യമേ പറയാവുള്ളൂ, അല്ലാതെ 2 പ്രാവശ്യം പറയില്ലേ ശിവപ്രസാദ്. അപ്പോൾ നിങ്ങളുടെ പേര് ഒരുമിച്ച് നന്നായിട്ട് ഉച്ചത്തിൽ വൃത്തിയായിട്ട് എടുപ്പായിട്ട് പറയണം. റെഡിയാണല്ലോ? പിന്നെ നട്ടലുള്ള മക്കളുണ്ടെങ്കിൽ നേരെ ഒന്ന് നിവർന്നിരിക്കണം. ഇല്ലാത്തവർ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. നട്ടലുള്ളവരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നേരെ ഇരിക്കുക. റെഡി? അപ്പൊ നിങ്ങളുടെ പേരെന്താണ്? ഇപ്പോ ഒരു കാര്യം ബോധ്യമായി. നമുക്കെല്ലാവർക്കും നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് വരണം. നമ്മളെ എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയാൻ ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണ്. ഇനി നിങ്ങള് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും IAS കിട്ടിയെന്ന് വിചാരിക്കാം. ഏത് കിട്ടി? IAS കിട്ടി. അപ്പോഴാണ് നിങ്ങളുടെ അച്ഛൻ വിളിച്ച് പറയുന്നത് നീ IAS-ന് പോണ്ട. IAS എന്തേണ്ട പോണ്ട. അല്ലെങ്കിൽ നിന്നോട് പറയുകയാണ് നിനക്ക് ജില്ലാ കളക്ടറായിട്ട് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി. അപ്പോഴാണ് നിന്റെ അപ്പൻ വിളിച്ച് പറയുന്നത് നീ ജില്ലാ കളക്ടറായിട്ട് പോകണ്ട. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ പാർവതിയോടാണ്. പാർവതി പോകുമോ ഇല്ലയോ? അപ്പൻ പറഞ്ഞ് പോണ്ടെന്നാ പറഞ്ഞത്. പാർവതി പോകുമോ ഇല്ലയോ? അച്ഛന് ഒരു സംസാരിച്ചിട്ടോ രക്ഷയില്ല. അച്ഛൻ പറഞ്ഞേക്കുന്നത് പോണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. പോകും. പാർവതി പോകും. പിന്നെ മോന്റെ പേരെന്താണ്? ശിവപ്രസാദ് പോകുമോ ഇല്ലയോ? പോകും. ഇനി നീ 2ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഇനി 2ലേക്ക് എറണാകുളത്തുനിന്നല്ലേ വരുന്നത്? നിന്റെ ചേച്ചിയിലെ ഈ വിളിക്ക്. നീ ആണെങ്കിൽ പോകുമോ ഇല്ലയോ? പോകും. അപ്പോ അപ്പം പറഞ്ഞാൽ ആരും ഞാൻ ചോദിച്ച 3 പേരും കേൾക്കുന്നില്ല. പക്ഷേ ഇതേ കണക്കൊരു പ്രയാസം അനുഭവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണോ ശ്രീരാമൻ. അദ്ദേഹത്തിനോട് അപ്പം പറഞ്ഞു നീയാണ് അടുത്ത രാജാവെന്നൊക്കെ പറഞ്ഞു. അയോധ്യയിലെ രാജാവാക്കാമെന്ന് തീരുമാനിച്ചു. ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അടുത്ത ദിവസം എന്തൊക്കെയാണ് പട്ടാഭിഷേകം നടക്കുകയാണെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ വിളിച്ചു പറഞ്ഞു നിന്നെ രാജാവാക്കാൻ പറ്റില്ല. എവിടേക്ക് പോകണം? കാട്ടിലേക്ക് പോകണം. എവിടെ പോകണം? കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോ അപ്പൻ പറഞ്ഞത് ആര് കേട്ടു? ശ്രീരാമൻ കേട്ടു. ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം നമുക്ക് വേണം. എന്ത് പ്രശ്നം വന്നാൽ ശ്രീരാമചന്ദ്രനെ നിങ്ങൾ ഓർത്തു നോക്കിയാൽ അദ്ദേഹം അനുഭവിച്ച യാതനകൾ വളരെ കൂടുതലാണോ അല്ലയോ? അദ്ദേഹത്തെ രാജാവാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതേ അപ്പം തന്നെ പറഞ്ഞു നിന്നെ രാജാവാക്കാൻ പറ്റില്ല, നീ കാട്ടിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. കാട്ടിലേക്ക് പോയപ്പോൾ സീതയും കൂടി വന്നു. അപ്പോൾ സീതാദേവിയും കൂടി വന്നു. അങ്ങനെ കാട്ടിലേക്ക് പോയി അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിക്കുന്ന സമയത്ത് നല്ല സുന്ദരിയായ ശ്രീരാമന്റെ ഭാര്യയെ ഒരുത്തർ മോഷിച്ചുകൊണ്ട് പോയി. ആരാ മോഷിച്ചുകൊണ്ട് പോയത്? രാമൻ മോഷിച്ചുകൊണ്ട് പോയി. അവിടെ അപ്പോൾ ശ്രീരാമചന്ദ്രന് പിന്നെ ആരെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു? പാവം ശ്രീരാമൻ തന്നെ സുന്ദരിയായ തന്റെ ഭാര്യയായ ആരെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു? സീതയെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം നടന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ലങ്കയിലൊക്കെ പോയി ശ്രീരാമചന്ദ്രൻ അവിടെ അടിയും പിടിയും വഴക്കൊക്കെ ഉണ്ടാക്കി യുദ്ധം ചെയ്ത് സീതയെ തിരികെ കൊണ്ടുവന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. നോക്കി ശ്രീരാമചന്ദ്രൻ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ. ഇത്രയും കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യ ലോകത്തുണ്ടാവും. ശ്രീരാമചന്ദ്രനെ പോലെ നോക്കി കുഞ്ഞു കാലത്ത് തന്നെ എന്ത് ചെയ്തു? തനിക്ക് കിട്ടാവുന്ന രാജപദവി നഷ്ടപ്പെട്ടു.
അത് കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യയെ ഒരാൾ അടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഭാര്യയെ തിരികെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഗർഭിണിയായ ഭാര്യയെ എന്ത് ചെയ്യേണ്ടി വന്നു? ഉപേക്ഷിക്കേണ്ടി വന്നു. അത് വേദനയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അവസാന കാലഘട്ടമായപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ സഹോദരനായ ലക്ഷ്മണനെ പോലും എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഇത്രയും വേദന അനുഭവിച്ച ഒരാളുണ്ട്, കൊണ്ടുപോയില്ലയോ? പക്ഷേ ശ്രീരാമചന്ദ്രൻ അപ്പനോട് പറഞ്ഞോ, അപ്പ ഞാൻ ഇനി ഒരിക്കലും നിന്നെ കാട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ മോനെ നീ എവിടെ പോകണം? കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രൻ അതേ വാചകം അനുസരിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? കാട്ടിലേക്ക് പോയി. അവിടെ അപ്പനോട് ദേഷ്യപ്പെട്ടോ? ദശരഥ മഹാരാജാവിനോട് ദേഷ്യപ്പെട്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയപ്പോ അവിടെയും ബഹളം ഉണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടോ? ഇല്ല. തന്റെ ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ മനോവധയോടുകൂടി ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും വളരെ വിഷമത്തോടെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും അവിടെ ഇമോഷണലായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. ഇതാണ് ശ്രീരാമചന്ദ്രനെ ദൈവമായിട്ട് നമ്മൾ ആരാധിക്കുന്നതിന് കാരണം. ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ശ്രീരാമചന്ദ്രൻ എങ്ങനെയാ നിന്നത്? വളരെ സമചിത്തതയോടുകൂടി. എങ്ങനെയാ നിന്നത്? സമചിത്തതയോടുകൂടി. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടത്? പകർത്താനായിട്ട് ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളാണോ അല്ലയോ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സിംഗിൾ ക്ലാപ്പ് തരാമോ? സിംഗിൾ ക്ലാപ്പാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടി ഒരു സിംഗിൾ ക്ലാപ്പ് എനിക്ക് നൽകി. ഇനി ഞാൻ 2 എന്ന് പറയുമ്പോൾ എനിക്കൊരു ക്ലാപ്പ് തരണം. എപ്പോഴാണ് തരേണ്ടത്? 2 എന്ന് പറയുമ്പോൾ. നിങ്ങൾ ആർ യു റെഡി? സിംഗിൾ ക്ലാപ്പ് മതി. 2 എന്ന് പറയുമ്പോൾ എന്ത് തരണം? ഒരു സിംഗിൾ ക്ലാപ്പ് എനിക്ക് തരണം. റെഡി? ഞാൻ 2 എന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. നിങ്ങൾ എനിക്കൊരു സിംഗിൾ ക്ലാപ്പ് നൽകൂ. ഇതാണ് നമുക്ക് ഇല്ലാതെ പോയ ആദ്യത്തെ കാര്യം. എന്താണ്? ശ്രദ്ധ. ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായിരുന്നു? ശ്രദ്ധ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2 എന്ന് പറയുമ്പോൾ എന്ത് തരണം? ഒരു സിംഗിൾ ക്ലാപ്പ് തരണം. അപ്പൊ ഇനി ആർക്കെങ്കിലും തെറ്റുമോ? ഇല്ല. ഏത് മണ്ടന്മാർക്കും ഒരു പ്രാവശ്യം എന്ത് ചെയ്യും? തെറ്റും. പിന്നെ എല്ലാ മണ്ടന്മാർക്കും തെറ്റുമോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയല്ലയോ? അപ്പൊ എനിക്ക് 2 എന്ന് പറയുമ്പോൾ എന്ത് തരും? എന്ത് തരും? സിംഗിൾ ക്ലാപ്പ്. റെഡി? ആർക്കും തെറ്റില്ല. എന്താ ചെയ്യേണ്ടത്? 2 എന്ന് പറയുമ്പോൾ സിംഗിൾ ക്ലാപ്പ്. റെഡി? റെഡി? 2. ഞാൻ പറഞ്ഞത് 2 എന്ന് പറയുമ്പോൾ സിംഗിൾ ക്ലാപ്പ് തരാനാണ്. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? 2. ചില മണ്ടന്മാർക്ക് വീണ്ടും എന്ത് പറ്റും? തെറ്റ് പറ്റും. പക്ഷേ വീണ്ടും നമുക്ക് തെറ്റ് പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? 2 എന്ന് പറയുമ്പോൾ സിംഗിൾ ക്ലാപ്പ് തരാനാണ്. ഞാൻ 2 എന്ന് പറഞ്ഞപ്പോൾ ചില ആശാന്മാർ ക്ലാപ്പ് കഴിക്കും. അപ്പോൾ ഇനി ആർക്കെങ്കിലും തെറ്റുമോ? ഇല്ല. ശ്രീരാമചന്ദ്രനിൽ നിന്ന് ആദ്യം പഠിക്കേണ്ടതാണ് ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ആര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശ്രീരാമചന്ദ്രൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇനി ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആർക്കെങ്കിലും തെറ്റുമോ? ഇല്ല. റെഡി? എറണാകുളത്ത് നിന്ന് വന്ന് എന്റെ മുമ്പ് ഇരുന്ന് തെറ്റ് കാണിക്കുന്നു മിടുക്കൻ. ഇനി ആർക്കും തെറ്റൂല. റെഡി? 2. ഒന്നും കൂടെ. 2. ഇനി എനിക്ക് വേണ്ട ശ്രീരാമചന്ദ്രന് വേറൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്തെന്നറിയാമോ? ഭയങ്കര ഒരു ക്വാളിറ്റി ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രനെ തന്നെ അങ്ങ് വിശ്വസിച്ചു. എന്നിലുള്ള വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു. എനിക്ക് ക്ലാസ് സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ മുന്നോട്ട് വരാമോ? എന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ, അത് ഒരാൾ വന്നാൽ മതി. ഈ മിടുക്കനാണ് വന്നത്, ഇങ്ങോട്ട് വന്നത്. ഈ ഒരു മിടുക്കനാണ് വന്നത്. മോന്റെ പേര് പറയാൻ? അമൃതകൃഷ്ണയാണ് വന്നത്. അപ്പൊ അമൃതകൃഷ്ണ വന്നു. പക്ഷെ എന്റെ ഏറ്റവും മുമ്പ് ഇരുന്ന മോൾ അവിടെ തന്നെ ഇരുന്നു. മോൾ അനങ്ങാതെ അവിടെ ഇരിക്കുകയായിരുന്നു. മോൾ എന്താ വരാതിരുന്നത്? കുറെ ആൾക്കാർ എഴുന്നേറ്റപ്പോ മോളെ പേര് പറയാൻ? അമൃത മിണ്ടാതെ അവിടെ ഇരുന്നു. ഇനി പാർവതി എന്താ വരാതിരുന്നേ? അവൻ വന്നു. അപ്പോ അമൃതകൃഷ്ണയാണ് വന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനൊരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നല്ലൊരു ക്ലാപ്പ്. അവന്റെ കവളിലൊരു ക്ലാപ്പ് കൊടുത്തേ. നിങ്ങൾ കവളിലൊരു ക്ലാപ്പ് അടിച്ചുകൊണ്ട് അവന്റെ കവളിലൊരു ക്ലാപ്പ് കൊടുത്തേ. എങ്ങനെ ഒരു ക്ലാപ്പ് കൊടുത്തേ? ഓക്കെ, ഗുഡ്. ഇനി അവനൊന്ന് അനുഗ്രഹിച്ച് കൈ വെച്ച്. ഓക്കെ, അവനൊന്ന് അനുഗ്രഹിച്ചു. ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് വേണ്ടത്, ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്.
ദൈവം എന്ത് ചെയ്യുമെന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അവസരം ഒരേപോലെ ആര് തരും? ദൈവം തരും. ദൈവം നമുക്ക് നൽകുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. പാവപ്പെട്ടവനും ഭിക്ഷക്കാരനും പണക്കാരനും അല്ലാതെ നടക്കുന്നവനും നല്ല ജോലിയുള്ളവനും എല്ലാം തുല്യമായിട്ട് കൊടുക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളെ ദൈവം കൊടുക്കുകയുള്ളൂ. ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒന്ന് പാർവതി പറഞ്ഞു, സമയം തുല്യമായിട്ട് കൊടുക്കും. രണ്ട്, അവസരം. രണ്ടേത്? അവസരം. ഈ രണ്ട് കാര്യങ്ങളും തുല്യമായിട്ട് ആര് കൊടുക്കും? ഈശ്വരൻ കൊടുക്കും. അങ്ങനെ ഈശ്വരൻ തുല്യമായിട്ട് കൊടുക്കുമ്പോൾ സമയം നേരെ ഉപയോഗിക്കുന്നവനും അവസരം ഉപയോഗിക്കുന്നവനും ജീവിതത്തിൽ രക്ഷപ്പെടും. അമൃത, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എന്നെ സഹായിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ നല്ല സുന്ദരനായിട്ടുള്ള അമൃതകൃഷ്ണൻ ചാടി എഴുന്നേറ്റ് വന്നു നിന്നു. ഈ അമൃതകൃഷ്ണക്ക് ഒരു ഭാഗ്യമുണ്ട്, നല്ലൊരു മനുഷ്യന്റെ കൂടെ നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അല്ലെങ്കിൽ എന്റെ അടുത്ത് നിൽക്കാൻ ഭാഗ്യം ആർക്കേണ്ടേ? അമൃതകൃഷ്ണക്ക് കിട്ടി. ഈ ഭാഗ്യം നിനക്ക് കിട്ടൂലായിരുന്നോ? കിട്ടുമായിരുന്നു. മോനെ കിട്ടുമായിരുന്നോ? കിട്ടുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലരെന്തെന്ന് വെച്ചാല് അവസരങ്ങൾ കിട്ടുമ്പോ മനസ്സുകൊണ്ട് വിചാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് അങ്ങ് നിൽക്കും. അത് ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് 8ാം ക്ലാസ്സിന് ശേഷം മനസ്സുകൊണ്ട് വിചാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല. ഇതിൽ നല്ലപോലെ പാടുന്ന എത്ര പേരുണ്ടെന്ന് കൈവയ്ക്കും? പാടുന്ന ഇത്ര പേര്. ഇനി പാട്ട് പാടാൻ അറിയാത്തവരെന്ന് കൈവയ്ക്കും. പാട്ട് പാടാൻ അറിയാത്തവർ, പാട്ട് പാടാൻ അറിയാത്തവർ, പാട്ട് പാടാൻ അറിയാത്തവരെന്ന് കൈവയ്ക്കും. ഓക്കെ, എഴുതാം. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 45 പേരും നല്ല രീതിയിൽ പാടുന്ന മക്കളാണ്. ആദ്യം നീ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുക, നീ നല്ല രീതിയിൽ പാടിയിട്ടുണ്ടോ? ഉണ്ട്. നീ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ നീ എല്ലായ്പ്പോഴും വിചാരിക്കും യേശുദാസിനെ പോലെ ഞാൻ പാടാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്ക് പാടാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടേ. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, യേശുദാസ് നിങ്ങളെ പോലെ പാടാൻ പറ്റുമോ? യേശുദാസിന് നിങ്ങളെ പോലെ പാടാൻ പറ്റുമോ? ഇല്ലയോ? ഇല്ല. നിങ്ങൾ എന്നെ എന്തിനാ യേശുദാസുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ശ്രീരാമചന്ദ്രൻ നമുക്ക് നൽകുന്ന ആദ്യത്തെ ക്വാളിറ്റിയാണ് ഏത്? ശ്രദ്ധ. രണ്ടാമത്തെ ക്വാളിറ്റി, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം ആർക്കുണ്ട്? ശ്രീരാമചന്ദ്രനുണ്ട്. സെൽഫ് കോൺഫിഡൻസ്. ഏതാണത്? സെൽഫ് കോൺഫിഡൻസ്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല്, പക്ഷേ ശ്രീരാമചന്ദ്രൻ സീതാ സ്വയംവരത്തിനായിട്ട് അങ്ങോട്ട് പോകുമ്പോ അവിടെ പോയിട്ട് എന്തെടുത്ത് പൊക്കാനാ പറഞ്ഞത്? പാറക്കല്ലെടുത്ത് പൊക്കാനാ പറഞ്ഞത്? ഏത്? എന്തെടുത്ത് പൊക്കാനാ പറഞ്ഞത്? ഏതാ? ഈ അമ്പ്, ഈ വില്ലെടുത്ത് പൊക്കാനായിട്ട് പറഞ്ഞു. ആണോ അല്ലയോ? ഇതെടുത്ത് പൊക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ശ്രീരാമചന്ദ്രന് ഉത്തമ വിശ്വാസമുണ്ട്, എന്നെ കൊണ്ട് ഇതെടുത്ത് പൊക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമാർക്കുണ്ട്? ശ്രീരാമചന്ദ്രനെ കൊണ്ട്. അങ്ങനെ ഉത്തമ വിശ്വാസത്തോടെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അഹങ്കാരത്തോട് പോയി അതിനെടുത്ത് പൊക്കിയോ? പൊക്കിയോ ഇല്ലയോ? ഇല്ല. ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ ഗുരുവിന്റെ കാക്കൽ തൊട്ട് വന്ദിച്ചു, ബാക്കിയുള്ളവരുടെ അനുവാദം വാങ്ങി, അതിനുശേഷം ആ വില്ലിലെ തൊട്ട് വന്ദിച്ച ശേഷം ആണ് ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തത്? വില്ലെടുത്ത് ഉയർത്തിയത്. പക്ഷേ ശ്രീരാമചന്ദ്രൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാലോ? പറ്റില്ല. അതേ കണക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? രാമായണത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹനുമാന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടിട്ടുണ്ട്. ഹനുമാനെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ആരാ ഹനുമാനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ജാമ്പവാൻ എന്ത് ചെയ്തു? മോട്ടിവേറ്റ് ചെയ്തു. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ, നിന്നെ കൊണ്ടേ കഴിയുള്ളൂ എന്ന് എന്ത് ചെയ്തു? ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ഹനുമാന് ലങ്കയിൽ ചാടി കടക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? ഹനുമാന് കഴിഞ്ഞു. ആദ്യം നമുക്ക് വേണ്ടത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ ആദ്യം എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ മന്ത്രം നിങ്ങൾ ഏറ്റുചൊല്ലുമോ ഇല്ലയോ? ആ മന്ത്രം ഏറ്റുചൊല്ലുമോ ഇല്ലയോ? ആ മന്ത്രം നിങ്ങൾ ഏറ്റുചൊല്ലണം. ആ മന്ത്രം വളരെ സിമ്പിൾ ആയിട്ടൊരു മന്ത്രമാണ്. ആ മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണം. വലത് കൈയെടുത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ച്, വലത് കൈയെടുത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ ഇല്ലയോ? ചേർത്ത് വെച്ചോ ഇല്ലയോ? ചേർത്ത് വെച്ചു. ആ ചേർത്ത് വെച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ ഉറച്ചു പറയണം, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഏതാ പറയേണ്ടത്? മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എന്റെ പെരുമാറ്റത്തിന്റെ ഉത്തരവാദിത്തം ആരാണ്? എനിക്കാണ്. എന്റെ പെരുമാറ്റത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്കാണ്. നല്ല കോൺഫിഡൻസോടുകൂടി പെരുമാറാൻ ആർക്ക് കഴിയണം? എനിക്ക് കഴിയണം.
അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും മനസ്സിനോട് പറയണം, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എഴുന്നേറ്റോ? അതിനുശേഷം നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് നോക്കാൻ പോവുകയാണ്. നല്ല കോൺഫിഡൻസോടുകൂടി ഒരു സൗണ്ടും ഉണ്ടാക്കാതെ നിങ്ങൾ ഇരിക്കുന്ന ചെയർ ആ മൂലയിലോട്ട് മാറ്റിയിട്ട്, പൊക്കി എടുത്തൊന്ന് മാറ്റിയിട്ട്, നിങ്ങൾ ഇരിക്കുന്ന ചെയർ വലിയ സൗണ്ട് ഉണ്ടാക്കാതെ മാറ്റിയിട്ട്, എന്നിട്ട് ഒറ്റ റൗണ്ടായിട്ട് നിന്നേ, ഒറ്റ റൗണ്ടായിട്ട് നിന്നേ, എല്ലാവരും ഒറ്റ റൗണ്ടായിട്ട്, സിംഗിൾ റൗണ്ടായിട്ട് നിന്നേ, സിംഗിൾ റൗണ്ടായിട്ട്, സിംഗിൾ റൗണ്ടായിട്ട് നിന്നോ? പേർക്ക് മാറ്റിയിട്ട് സിംഗിൾ റൗണ്ടായിട്ട് നിന്നോ, സിംഗിൾ റൗണ്ട്. ഞാൻ 3 പറയുന്നതിനിടയ്ക്ക് സിംഗിൾ റൗണ്ടായിട്ട് നിൽക്കണം. 1, ഏറ്റവും വൃത്തിയായിട്ട് 1, 2, 3. ഓക്കെ, മിടുക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ. ശ്രീരാമചന്ദ്രൻ ഇതെന്താണ്? തന്റെ ബിഹേവിയർ, തന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും ചെയ്തത്, പെരുമാറിയത്. ആര് പെരുമാറിയത്? ശ്രീരാമചന്ദ്രൻ പെരുമാറിയത്. അച്ഛനോട് പെരുമാറിയപ്പോ അച്ഛനോട് ദേഷ്യപ്പെട്ടോ? ഇല്ല. തന്നെ കാട്ടിലയക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള തന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടോ? ഇല്ല. ആരോടെങ്കിലും ദേഷ്യപ്പെട്ടോ? ഇല്ല. എല്ലായിടത്തും ശ്രീരാമചന്ദ്രൻ പറഞ്ഞൊരു മന്ത്രം ഇതാണ്, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉച്ചത്തിൽ നിങ്ങൾ ആ മന്ത്രം എന്ന് പറഞ്ഞേ, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ബിഹേവിയർ ഈസ് മൈ ബിഹേവിയർ ഈസ് മൈ ബിഹേവിയർ ഈസ്. അടുത്തത്, അപ്പോ ശ്രീരാമചന്ദ്രൻ എല്ലാ കാലത്തും തന്റെ ബിഹേവിയർ, തന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വിചാരിച്ചുകൊണ്ടാണ് പെരുമാറിയത്. ആണോ അല്ലയോ? ആണ്. അങ്ങനെയാണ് പെരുമാറിയത്. അങ്ങനെ പെരുമാറിയ ശ്രീരാമചന്ദ്രൻ അതേപോലെ പെരുമാറിയ മറ്റൊരു അമ്മയുണ്ടായിരുന്നു, സുമിത്ര. സുമിത്ര കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സുമിത്ര ആരെ യാത്രയാക്കുകയാണ്? ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് യാത്ര അയക്കുന്ന സമയത്ത് സുമിത്ര ഒരു കാര്യം പറയുന്നുണ്ട്, വളരെ സമചിത്തതയോടുകൂടി. സുമിത്രയുടെ മകനായ ലക്ഷ്മണനും കൂടി ആരും കൂടെ പോവുകയാണ്? ശ്രീരാമചന്ദ്രനും സീതാദേവിയോടൊപ്പം പോവുകയാണ്. സുമിത്ര വളരെ കാര്യമായിട്ട് എന്ന് പറയുന്നുണ്ട്, മോനെ ലക്ഷ്മണനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് ലക്ഷ്മണനെ ഉപദേശിച്ചു കൊടുക്കുന്നത്? ആ രാമനെ അച്ഛനെ പോലെ കാണണം, പിന്നെ അയോധ്യയായിട്ട് കാണണം. ഇങ്ങനെ ഉപദേശിച്ചത് വളരെ സമചിത്തതയോടുകൂടിയാണ് എന്ത് ചെയ്തത്? ഉപദേശിച്ചത്. അല്ലാതെ സുമിത്ര പോയിട്ടെടുത്ത് നിലവിളിച്ചോ, നെഞ്ചത്തെടുത്ത് കരഞ്ഞോ, എന്റെ അങ്ങോട്ട് ആ കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞോ? ഇല്ല. വളരെ സമചിത്തതയോടെയാണ് പെരുമാറിയത്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആദ്യത്തെ മന്ത്രം ഇതാണ്, മൈ ബിഹേവിയർ ഈസ് മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇനി നീ വീട്ടിൽ ചെന്നിട്ട് അപ്പനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് നീ മനസ്സിൽ വിചാരിക്കണം, അപ്പനെ കാരണമല്ല ഞാൻ ദേഷ്യപ്പെട്ടത്, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ ഇല്ലയോ? അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങളുടെ വലത് കൈയെടുത്ത് ചെവിയിലൊന്ന് പിടിച്ചേ. എന്തും ചെയ്യാൻ ഉറപ്പുള്ളവർ മാത്രം വലത് കൈയെടുത്ത് ചെവിയിലൊന്ന് പിടിച്ചേ. പിടിച്ചു. ഓക്കെ, മിടുക്കരാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യുമോ അതേപോലെ നിങ്ങളും ചെയ്യും. റെഡിയാണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളിനൊരു കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞങ്ങൾ മിടുക്കരാണെന്ന് പറഞ്ഞേ. അവനതായി നേരത്തെ പിടിച്ചിട്ട് പറഞ്ഞേ, ഞാനും മിടുക്കരാണെന്ന് പറഞ്ഞേ. അപ്പോ ഞാൻ എന്ത് ചെയ്യുമോ അതേപോലെ നിങ്ങൾ ചെയ്യും. ഞാൻ എന്ത് ചെയ്യുമോ അതേപോലെ നിങ്ങൾ ചെയ്യും. റെഡിയാണോ അല്ലയോ? യെസ് ഓർ നോ? തകിട തകിട താ താ തകിട തകിട താ. തകിട തകിട താ താ തകിട തകിട താ. ഏയ് തകിട തകിട താ താ തകിട തകിട താ. തകിട തകിട താ താ തകിട തകിട. ഏയ് തകിട തകിട താ താ തകിട തകിട താ. ഏയ് തകിട തകിട താ താ തകിട തകിട താ.
താ താ തകിട തകിട താ. തകിട തകിട താ താ തകിട തകിട താ. തകിട തകിട താ താ തകിട തകിട താ. തകിട തകിട താ താ തകിട തകിട താ. നിങ്ങൾ എന്തും ചെയ്യാൻ എന്താണ് തയ്യാറാണ്. ആദ്യം വിചാരിക്കണം എന്നെ കൊണ്ട് കഴിവുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും. അപ്പൊ പാടാൻ കഴിയില്ല എന്ന് കൈപൊക്കിയവരുണ്ടല്ലോ, അവരിപ്പോ പാടിയോ ഇല്ലയോ? അവര് പാടിയോ ഇല്ലയോ? അപ്പൊ നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഡാൻസ് കളിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഡാൻസ് കളിച്ചില്ലയോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ബാത്റൂമിലാണ് നിൽക്കണമെന്ന് വിചാരിക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? ബാത്റൂമിൽ നിൽക്കുകയാണ്. ബാത്റൂമിൽ നമ്മൾ വെള്ളം മഗ്ഗിൽ വെള്ളം എടുത്തേ. ആദ്യ സ്റ്റെപ്പ്, ഡാൻസിന് ആദ്യ സ്റ്റെപ്പാണ്. മഗ്ഗിൽ വെള്ളം എടു, തവിത്ത്, വീണ്ടും ഇത്. അപ്പോ തകിട തകിട താ താ തകിട തകിട താ. മഗ്ഗിൽ വെള്ളം എടുത്തില്ലേ? വീണ്ടും വെള്ളം എടുത്ത് തകിട തകിട താ താ തകിട തകിട താ. അപ്പോ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ? ഇത് ചെയ്യാനായിട്ട് ഹനുമാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പൊ ഹനുമാനോട് ആരാ വിളിച്ചു പറഞ്ഞത്? ജാമ്പവാൻ വിളിച്ചു പറഞ്ഞു, എടാ മനുഷ്യ, എടാ ഹനുമാനെ, നിനക്ക് നീ പണ്ട് ആരെ ഓട്ടിക്കാൻ പോയി? സൂര്യനെ പിടിച്ചിനാനായിട്ട് പോയല്ലോ? ഉണ്ട്. അപ്പൊ ഹനുമാൻ അതങ്ങ് ഓർത്തു, കൊള്ളാം. എന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് അപ്പുറത്ത് ചാടാൻ നിനക്ക് കഴിയും. അപ്പോ ജാമ്പവാൻ പറഞ്ഞപ്പോ ഹനുമാൻ വിചാരിച്ചു കൊള്ളാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഒന്ന് ചാടി നോക്കും. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോ ഹനുമാൻ എന്തിട്ടി ഊട്ടം കിട്ടി. ഹനുമാൻ അങ്ങ് ചാടി അങ്ങ് പോയി. പക്ഷെ പലപ്പോഴും തന്നെ നമ്മുടെ കൂട്ടുകാരെന്ത് ചെയ്യും? നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ആണോ അല്ലയോ? നിങ്ങളെ കൂട്ടുകാര് 3 വിധത്തില് നിങ്ങൾക്ക് കൂട്ടുകാരുണ്ട്. എത്ര വിധത്തിലുണ്ട്? നിങ്ങൾ 3 പേരും വന്നോ? നിങ്ങൾ 3 പേരും മോളുമ്പറേക്ക് വന്നോ? മോളെ പേര് പറയാം. അമൃത, പായല, പായല അല്ലേ? കൈന്റെ മത്സ്യം. പായല്, ഗൗരി, ഗൗരി പേരും അമൃത. ഇതിലെ തട്ടുകടയിൽ അതിന് പേര് കയറിയിരിക്കുന്നു. അപ്പോ വളരെ ശ്രദ്ധിച്ചോട്ടെ. അപ്പോ അമൃതയില്ലേ, അമൃതയ്ക്ക് 3 കൂട്ടുകാരികളുണ്ട്. ഒന്ന് പായല്, ഗൗരി, മറ്റൊരു അമൃത. ആരൊക്കെയാണ്? പായല്, പൂപ്പലല്ല, ഗൗരി, മറ്റൊരു അമൃത. അപ്പോ നിങ്ങളെ കൂട്ടുകാര് നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ എപ്പോഴും തലയിൽ കൈ വെക്കുമ്പോ പിന്നെ നിങ്ങൾ ചെയ്തില്ല കണ്ടില്ല. അപ്പോ അമൃതയുടെ ആഗ്രഹം പറയാം. ഞാൻ എന്താവാനാണ് ആഗ്രഹം? അല്ല, ഏത് ജോലിയിലെത്താനാണ് ആഗ്രഹം? അമൃതയുടെ ആഗ്രഹം അവള് പറയട്ടെ. അമൃതയ്ക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം.
കേട്ടോ. ഇനി ഹനുമാനെ പോലെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് പറഞ്ഞുതരാം. അപ്പോ അമൃതയ്ക്ക് ആഗ്രഹം ഡോക്ടർ ആവാനാണ്. പായല് തൽക്കാലം ഒരു ഡോക്ടർ, അത് PhD ഡോക്ടറാണോ അല്ലെങ്കിൽ പല്ല് വരയ്ക്കുന്ന ഡോക്ടറാണോ അല്ലെങ്കിൽ ആയുർവേദ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ശരി നമ്മൾ ഡോക്ടർ ആവാം. ശ്രദ്ധിച്ചോളാം. അപ്പോ പായല് തീ പോലുള്ള കൂട്ടുകാരിയാണ് ആര്? പായൽ. ഗൗരി വെള്ളം പോലുള്ള കൂട്ടുകാരിയാണ് ആര്? ഗൗരി. അമൃത വിറക് പോലുള്ള കൂട്ടുകാരിയാണ് ആര്? അമൃത. അപ്പോ അമൃത വന്നിട്ട് പായലിനോട് പറഞ്ഞു, എനിക്ക് എന്താവണം? ഡോക്ടർ ആവണം. പായലും ഇങ്ങനെ ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുകയാണ്. പായൽ പറഞ്ഞു, എനിക്കും ഡോക്ടർ ആവണം. രണ്ടുപേരും കൂടി നല്ല രീതിയിൽ പഠിച്ചു. രണ്ടുപേരും കൂടി എന്തായി? ഡോക്ടേഴ്സായി മാറി. ഇനി ഗൗരി എങ്ങനെയുള്ളതാണ്? വെള്ളം പോലെ. അപ്പൊ ഗൗരിയോട് ചെന്ന് അമൃത പറഞ്ഞു, ഉടനെ തന്നെ ഗൗരി പറയും, എടി നിന്നെ കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റില്ല. ഈ ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതിയെടുക്കണം. അത് എഴുതിയെടുക്കാൻ വളരെ പാടാണ്. എന്റെ ചേച്ചി 3 പ്രാവശ്യം എഴുതിയിട്ട് 4 പ്രാവശ്യം തോറ്റു എന്നുള്ള പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആക്കുമ്പോ വെള്ളം പോലുള്ള കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടിയപ്പോ അമൃതയുടെ കോൺഫിഡൻസ് എന്ത് ചെയ്തു? പോയി. അടുത്തത്, ഈ അമൃത വിറക് പോലുള്ള കൂട്ടുകാരിയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ വിറക് പോലുള്ള കൂട്ടുകാരോട് എന്ന് പറയുമ്പോ അമൃത ഇങ്ങനെ ഡോക്ടറായ കൊള്ളാന്നും പറഞ്ഞൊക്കെ നിൽക്കുകയാണ്. അമൃത എന്ന് പറയുമ്പോ തീ പോലുള്ള ആഗ്രഹത്തോടെ ചെന്ന് പറയുമ്പോ വിറകിലും എന്ത് ചെയ്യും? കത്തും. വർഷം കഴിയുമ്പോ വിറകും തീ എന്തായി മാറും? ഡോക്ടറായി മാറും. ഇതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തില് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ ആർക്ക് കഴിയണം? നമുക്ക്. രാമായണത്തിലെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് പറ്റിപ്പോയൊരു കഥയാണ് രാമായണം. ആര്? മന്ദരയെ തിരഞ്ഞെടുത്തു കൂട്ടുകാരിയായിട്ട്. ആരാ തിരഞ്ഞെടുത്തത്? കൈകേയി മന്ദരയെ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താ പറ്റിപ്പോയത്? കൈകേയിയോട് മന്ദര ചെന്ന് പറഞ്ഞു, ദാ രാമനെ രാജാവാക്കാൻ പോവുകയാണ്. കൈകേയി പറഞ്ഞു, ഏറ്റവും നല്ല കാര്യമാണ്, പ്രശ്നമൊന്നുമില്ല. രാമൻ, എന്റെ പുത്രനായ രാമൻ എന്താവട്ടെ? രാജാവാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും കൈകേയിക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ കൈകേയിയോട് മന്ദര പറഞ്ഞു, രാമൻ രാജാവായി കഴിഞ്ഞാല് രാജമാതാവെന്ന പദവി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതൊക്കെ കേട്ടപ്പോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേട്ടപ്പോ നല്ല കൂട്ടുകാരിയല്ലാത്ത മന്ദരയുടെ വർത്തമാനങ്ങൾ കേട്ടപ്പോ കൈകേയിയുടെ മനസ്സില് ദുഷ്ട ചിന്തകൾ എന്ത് ചെയ്തു? ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് രാമൻ എവിടെ പോകേണ്ടി വന്നു? നാട്ടിലേക്ക് പോകേണ്ടി വന്നു. രാമായണം അവിടെ ആരംഭിക്കുകയുണ്ടായി. ഇനി നോക്കിയേ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ല കൂട്ടുകാരെ അല്ല എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. നിങ്ങൾ കോൺഫിഡൻസ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. നിങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റായ വഴിയിലേക്ക് പോകും, ചിലപ്പോൾ രക്ഷപ്പെടുന്ന വഴിയിലേക്ക് നിങ്ങൾ പോകും. ആദ്യം നിങ്ങൾ ക്യാമ്പിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ? യെസ് ഓർ നോ? കഴിയുമോ ഇല്ലയോ? അങ്ങനെ ഞാൻ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് ഈ വലത് ചെവിയിലൊന്ന് പിടിച്ചേ. ഇനി അടുത്തത്, രാമായണം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമാണ്. വളരെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ടാണ് രാമായണം ആരെ പഠിപ്പിക്കുന്നത്? നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റൊരു മന്ത്രം നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. ആ മന്ത്രം നിങ്ങൾ ഓരോരുത്തരും ഏറ്റു പറയണം. ആ മന്ത്രം ഇതാണ്: മൈ ഹാപ്പിനെസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. മൈ ഹാപ്പിനെസ് ഈസ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. നിങ്ങൾ ചിരിക്കാൻ അറിയാമോ ഇല്ലയോ? ആ കസേരയിൽ ഇരിക്കുന്നവരും കൂടി നിങ്ങൾ കയറി വന്നിരുന്നോ? നിങ്ങൾ ചിരിക്കാൻ അറിയാമോ ഇല്ലയോ? എത്തോല്ലോ? നമുക്കപ്പോ ഒന്ന് ചിരിച്ചാലോ? എല്ലാവരും നേരെ നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കമായിട്ട് നിന്നെ നമ്മൾ നിൽക്കുന്നതും എല്ലാം നല്ല രീതിയിൽ നിന്ന് ഒരു സിംഗിൾ ലൈനായിട്ട് സിംഗിൾ റൗണ്ടായിട്ട്. അപ്പൊ നമ്മള് അടുത്ത ചിരിക്കാൻ പോവുകയാണ്. എങ്ങനെ പോവുകയാണ്? ചിരിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഞാൻ പറഞ്ഞത് ചിരിക്കാനാ പറഞ്ഞത്. ഏറ്റവും മനോഹരമായ ശബ്ദമുണ്ടാക്കാതെ നല്ലൊരു പുഞ്ചിരി തന്നെ. അത് താണ്ടാൻ പോകും. നല്ലൊരു പുഞ്ചിരി നൽകി. പിന്നെ നിങ്ങൾ ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല. അപ്പൊ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ട് കൈയിലും ചായ എടുക്കുക. രണ്ട് കൈയിലും ചായ എടുത്തോ?
എല്ലാവരും നല്ല ഒരു നട്ടല്ലെന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട് എന്നിട്ട് ചായ എടുത്തേ. ചായ എടുത്തു. വലത് കയ്യിലെ ചായ ഇടത് കയ്യിലേക്ക് വീഴ്ത്തിയ സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. വലത് കയ്യിലെ ചായ ഇടത് കയ്യിലേക്ക് വീഴാം. അത് വീണ്ടും നല്ല ചായ കൈയൊക്കെ പൊക്കിയാണ് വീഴ്ത്തേണ്ടത്. ഒന്ന് വീഴ്ത്തേ. ഇടത് കയ്യിലെ ചായ വലത് കയ്യിലിട്ട് വീണ്ടും വീഴ്ത്തേ. ഇങ്ങനെ വലത് ഇടതിലോട്ട് വെച്ചുമ്പോൾ എഴുതുന്ന വലതോട്ട് മുഖത്ത് ചിരിച്ചോണ്ടൊന്ന് വീഴ്ത്തേ. അടുത്തത് തിരിച്ച് അങ്ങനെ ചായ ഒന്ന് കുടിച്ച്. അങ്ങനെ കുടിക്കുമ്പോ നമുക്ക് അട്ടഹസിച്ചുകൊണ്ട് കുടിക്കണം. എങ്ങനെ കുടിക്കേണ്ടത്? അട്ടഹസിച്ചുകൊണ്ട്. റെഡി 1 വലത് നടയിലോട്ട് വെച്ചോ. ഇടത് വലതോട്ട് തിരിച്ചു കൊണ്ടുമ്പോ അട്ടഹസി. ഞാൻ 1 2 3 മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ഏറ്റവും നല്ലോണം ചെയ്യും. നമ്മുടെ മനസ്സിൽ പറയുന്ന മന്ത്രം ഇതാണ്. ശ്രീരാമൻ പറഞ്ഞു തന്ന രണ്ടാമത്തെ മന്ത്രം മൈ ഹാപ്പിനെസ് ഈസ് റെഡി 1 തിരിച്ചുകൊണ്ട് 2 3. ഞാൻ എപ്പോഴത്തെയും ഷോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. റെഡിയാണല്ലോ? റെഡി 1 2 3 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 സ്റ്റോപ്പ്. നോക്കേ, രാമായണം നമുക്ക് പറഞ്ഞു തരുന്ന ജീവിതത്തിൽ അടുത്ത സന്ദേശം എന്താണ്? മൈ ഹാപ്പിനെസ് ഈസ് മൈ ഹാപ്പിനെസ് ഈസ് മൈ ഹാപ്പിനെസ് ഈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചിരിക്കാം. അപ്പൊ നിങ്ങൾ നേരെ ചൊവ്വയൊന്നും നിന്ന് പട്ടാളക്കാരൊക്കെ നിങ്ങൾ പോലെ വൃത്തിയായിട്ടൊന്ന്. ചില പിള്ളേരുണ്ട് ഇവിടെ, അങ്ങനെ ആരുമില്ല. ചില സ്ഥലത്തൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ ചില പിള്ളേര് കസേരയിൽ കാല് വെച്ചിരിക്കും. ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ അവൻ കസേരയിൽ കയറിയിരിക്കും. എങ്ങനെ ഒക്കെ ഇരിക്കും. ഇവിടെ ആരുമില്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പൊ നമ്മൾ നേരെ നിൽക്കുന്നു. നേരെ എന്നല്ലോ. എന്നിട്ട് കൈകൾ ഇങ്ങനെ പിടിച്ചേ. എന്നിട്ട് കുനിഞ്ഞിട്ട് നമ്മളെ തള്ളവരല് കാലിലെ തള്ളവരിലേക്ക് നോക്കിയേ. കാലിലെ തള്ളവരിലേക്ക്. ചെരുപ്പിട്ടെങ്കിൽ ചെരുപ്പിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയിട്ട് മനസ്സുകൊണ്ടൊന്ന് ചിരിക്കണം. എങ്ങനെയാ ചിരിക്കേണ്ടത്? മനസ്സുകൊണ്ട്. മനസ്സിലെ ചിരി വരാവുള്ള, മുഖത്ത് ചിരി വരല്ല. മനസ്സിൽ നല്ല ചിരി വരണം. അല്പം കൂടെ ഉയർന്നിട്ട് ചുണ്ടുകൊണ്ട് ചിരിക്കണം. ചുണ്ടിൽ ചിരി, നമ്മുടെ പല്ല് പുറത്ത് കാണിക്കണം. അല്പം കൂടെ ഉയർന്നിട്ട് പല്ല് കാണിച്ചിരിക്കണം. പല്ല് വരാം. സൗണ്ട് വരല്ലോ. ചില മാഗ്രി പിള്ളേരുടെ ഉണ്ട്. പല്ല് കാണിച്ചു. അടുത്തത് 4 പറയുമ്പോ നോളിലേക്ക് നോക്കി അട്ടഹസിക്കണം. 1 2 3 4 റെഡിയാണല്ലോ? അപ്പൊ നമ്മൾ പറയുന്നു മൈ ഹാപ്പിനെസ് ഈസ് 1 2 3 4 എല്ലായ്പ്പോഴും ഏത് പ്രതിസന്ധി വന്നാലും എങ്ങനെ ഇരിക്കാൻ പഠിക്കണം? സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കണം. അടുത്ത രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ വലിയൊരു കാര്യമുണ്ട്. അസത്യവിന് ആ വാക്ക് പഠിക്കണ്ട. അങ്ങനെ സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. മൂന്നാമത്തെ കാര്യം അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾ രാമായണം എടുത്തു കഴിഞ്ഞാൽ രാമായണത്തില് സീതയെ ആര് തട്ടിക്കൊണ്ടുപോയാണ്? രാമൻ തട്ടിക്കൊണ്ടുപോയാണ്. സീതയും ശ്രീരാമനും എല്ലാവരും കൂടി ലക്ഷ്മണനും കൂടി വനത്തിൽ താമസിക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ളൊരു മാനിനെ കാണുകയാണ്. അതിമനോഹരമായിട്ടുള്ള ആരെ കാണുന്നോ? മാനിനെ കാണുന്നു. എല്ലാവരും അവിടെ ഇരുന്നോ? നമുക്ക് ഇരുന്ന് പറയാൻ.
അതിമനോഹരമായിട്ടുള്ള ആരെ കാണുകയാണ്? ആരെ കാണുന്നു? മാനിനെ കാണുക. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള മാനിനെ കാണുമ്പോ സീതാദേവി ആവശ്യപ്പെടുകയാണ്. എന്താ ആവശ്യപ്പെടുന്നത്? ആ മാനിനെ ഒന്ന് പിടിച്ചു. അത് കേട്ടപ്പോ ശ്രീരാമൻ പറഞ്ഞു, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അപ്പോ സീതാദേവി പറഞ്ഞു, എനിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു പോയി, അതിനെന്ത് ചെയ്യണം? ശ്രീരാമൻ സീതാദേവി പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ആ മാനിനെ പിടിക്കാനായിട്ട് പോയി. കുറെ ദൂരം ചെന്നിട്ട് മാനിനെ പിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ആ മാൻ ആരായിരുന്നു? ആ മാരീചനായിരുന്നു. അങ്ങനെ അവസാനം ശ്രീരാമചന്ദ്രൻ ആരെ അമ്പെയ്യാണ്? മാനിനെ അമ്പെയ്യും. കഥ വളരെ ശ്രദ്ധിച്ചു കേൾക്കാം. മാനിനെ അമ്പെയ്യുന്ന സമയത്ത് മാരീചൻ എന്ത് ചെയ്യും? ആ ശ്രീരാമന്റെ സൗണ്ടില് എന്ത് ചെയ്യും? വിളിക്കും. എന്താ വിളിക്കുന്നത്? ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന് വിളിക്കും. സീത എന്നെ രക്ഷിക്കൂ എന്ന് എന്ത് ചെയ്യും? വിളിക്കും. ഇത് ആര് കേൾക്കും? സീതാദേവി കേൾക്കും. ആരാ കേൾക്കുന്നത്? സീതാദേവി. സീതാദേവി ഉടനെ തന്നെ ലക്ഷ്മണനോട് പറയും, ലക്ഷ്മണ, ശ്രീരാമചന്ദ്രന് ആപത്ത് വന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് എവിടെ പോകണം? ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് പോകണം. ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്യണം? രക്ഷിക്കണമെന്നോ. ലക്ഷ്മണൻ അപ്പോഴേ പറയും, എന്റെ ജ്യേഷ്ഠൻ അങ്ങനെ ഒരു ആപത്തും വരില്ല, ഇതിൽ എന്തോ ചതിയുണ്ട് എന്ന് പറയും. അപ്പോഴും സീതാദേവി സമ്മതിക്കില്ല. സീതാദേവി പറയും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എവിടെ പോകണം? ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയും. ലക്ഷ്മണൻ വീണ്ടും ആവർത്തിച്ച് പറയും, സീതാദേവിയോട് ആവർത്തിച്ച് പറയും, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, എന്റെ ജ്യേഷ്ഠൻ അതിയായ ശക്തി ഉള്ളതാണ്. ആര്? എന്റെ ജ്യേഷ്ഠന് ഒരു ആപത്തും ഉണ്ടാവില്ല എന്ന് ലക്ഷ്മണൻ പറയുമ്പോഴും സീതാദേവി റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, എവിടെ പോകണം? ഉടനെ തന്നെ ലക്ഷ്മണൻ എന്ത് ചെയ്യും? സീതാദേവി പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? മാനിനെ പിടിക്കാനായിട്ട് പോകുന്നതിന് മുമ്പേ തന്നെ സീതാദേവിയോട് പറയും, ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് പറയും, എന്ത് വന്നാലും ഈ പുറത്തിറങ്ങലെന്ന്, ഈ വൃത്തത്തിന് ഈ ലക്ഷ്മണരേഖയ്ക്ക് പുറത്തിറങ്ങലെന്ന് പറഞ്ഞു. ഇനി നോക്കാം, നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. പുറത്തിറങ്ങരുത് പറഞ്ഞിട്ടാ പോകുന്നത്. ആ സമയത്താണ് ആര് വരുന്നത്? രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെ വരികയാണ്. ഭിക്ഷയ്ക്കായിട്ടാണ് വരുന്നത്. സീതാദേവിയോട് ചെന്ന് ഭിക്ഷ ചോദിക്കുന്ന സമയത്ത് ഭിക്ഷ കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ലക്ഷ്മണരേഖയിൽ നിന്ന് പുറത്ത് ആരെ ചാടിക്കണം? സീതാദേവിയെ പുറത്താക്കണം. എങ്കിൽ മാത്രമേ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സീതാദേവിയെ ഭിക്ഷയ്ക്ക് വേണ്ടി വന്ന രാവണൻ എന്ത് ചെയ്യാണ്? ഈ ലക്ഷ്മണരേഖയ്ക്ക് പുറത്താക്കുകയും എന്ത് ചെയ്യുന്നു? സീതാദേവിയെ തട്ടിക്കൊണ്ടു. ഇനി നിങ്ങൾ ഓക്കെ, സീതാദേവി ലക്ഷ്മണരേഖയ്ക്ക് പുറത്തിറങ്ങില്ല എന്ന് ശപഥം ചെയ്തിരുന്നു എങ്കിലും ഈ ആപത്തുണ്ടാവുമായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ല. ഈ ഒരു ലക്ഷ്മണരേഖ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ലക്ഷ്മണരേഖ ആര് ലംഘിക്കുമോ അതാണ് രാമായണം നമുക്ക് നൽകുന്ന അടുത്ത പാഠം. ആരാണോ ഈ ലക്ഷ്മണരേഖ ലംഘിക്കുന്നത് അവൻ ജീവിതം കഷ്ടപ്പെട്ടു. സീതാദേവി ലക്ഷ്മണരേഖ ലംഘിച്ചില്ലായിരുന്നുവെങ്കിൽ രാമായണത്തിന്റെ കഥ അവിടെ കൊണ്ട് തീരുമായിരുന്നു. പിന്നെ കഥ ഉണ്ടാവില്ല. ഒരിക്കലും തന്നെ രാവണന് ആരെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല? സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഭ്രമത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ മോഹിച്ചു പോവുകയാണെങ്കിൽ ആപത്തിൽ ചെന്ന് ചാടും. അതിമനോഹരമായ മാനിനെ മോഹിച്ചുകൊണ്ടാണ് ആര് പോയത്? അതിനെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ആര് പോയത്? ശ്രീരാമൻ പോയത്. നമ്മളും പലപ്പോഴും തന്നെ പലതിനെയും മോഹിച്ചു പോകും. വീട്ടിൽ എന്നും നമ്മൾ മോഹിക്കുന്ന ഒരു സാധനമുണ്ട്. രാവിലെ എഴുന്നേറ്റാലും നമ്മൾ പോയി ആദ്യം കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, മൊബൈൽ ഫോൺ. എടുത്തു വെച്ച് ഗെയിം കളിക്കാം. മോഹിച്ചിരുന്ന അതിന് മുമ്പിൽ എന്ത് ചെയ്യും? ഗെയിം കളിക്കാം. യൂട്യൂബിലിരുന്ന് വേണ്ടാത്തതും നല്ലതുമായിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യും? കണ്ടിരിക്കും. ആ സമയത്തായിരിക്കും അപ്പൻ വന്ന് പറയുന്നത്, മോനെ നീ ഇത് ചെയ്യില്ലെന്ന് പറയും. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരുടെയും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ വേണ്ടതും വേണ്ടാത്തതുമായ ഫോട്ടോസിലും ട്വിറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പുതിയ അക്കൗണ്ടുകൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്നവൻ കോഴിക്കോട്ടുള്ളവനുമായിട്ട് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നിന്റെ അച്ഛൻ വന്ന് പറയുന്നത്, മോനെ നീ എന്ത് ചെയ്യില്ല, ഇത് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ പോലും നീ എന്ത് ചെയ്യും? ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. നീ അറിയാതെ സീതയ്ക്ക് പറ്റിപ്പോയ ആപത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കി, അങ്ങനെ മോഹിച്ചുകൊണ്ട് രാമായണത്തിലും ആന്റെ പിറകെ മോഹിച്ചുകൊണ്ട് പോയത് കൊണ്ട് മാത്രമല്ലേ
അങ്ങനെ ഇൻസിഡന്റ് വന്നത്, ആപത്തുകൾ വന്നത്? ആ മാനിനെ കണ്ടപ്പോ സീത പറയായിരുന്നു, അതെനിക്ക് വേണ്ട, നോ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നോ എന്ന് പറഞ്ഞില്ല, അത് കാരണം ശ്രീരാമചന്ദ്രൻ മാന്റെ പുറകെ പോകേണ്ടി വന്നു, അതിന്റെ പുറകെ ലക്ഷ്മണൻ പോകേണ്ടി വന്നു. വലിയ പ്രയാസമൊന്നും അനുഭവപ്പെട്ടില്ല, ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായതേ ഉള്ളൂ. രണ്ടാമത് എന്താ പറ്റിയത്? രണ്ടാമത് പറ്റിപ്പോയത്, ലക്ഷ്മണൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പോയി, യാതൊരു കാരണവശാലും ഈ ലക്ഷ്മണ രേഖ എന്തെയ്യല്, ലംഘിക്കല്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ നമുക്ക് ഇതേ കണക്ക് ലക്ഷ്മണ രേഖ തന്നാ വിട്ടത്. ആരോട് സഹകരിക്കണമെങ്കിലും ഒരു ലക്ഷ്മണ രേഖ ആർക്ക് തന്നിട്ടുണ്ട്? നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലക്ഷ്മണ രേഖ നിങ്ങൾ എന്ന് ലംഘിക്കുമോ അന്ന് നിങ്ങൾ ആപത്തിലേക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് നമ്മൾ പറയേണ്ട മറ്റൊരു വാക്കാണ് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് ഏത് തന്നെ പറയണം? നോ എന്ന് തന്നെ പറയണം. കൂട്ടുകാരൻ നിന്നോട് ചെല്ലുമ്പോൾ സമയമായി കൂട്ടുകാരൻ നിന്നോട് ചെല്ലുമ്പോ നിന്നോട് പറയും, എടാ ഇത് നല്ല മുട്ടായാണ്, ഇത് നല്ല ലഹരിയുള്ള മുട്ടായാണ്, ഇത് എന്നും കഴിച്ചു എന്ന് പറയും, നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കാം. അന്ന് കൂട്ടുകാരൻ പറഞ്ഞത് വിചാരിച്ചുകൊണ്ട് കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് നീ ഒരിക്കലെങ്കിലും ആ മുട്ടായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീ വർഷങ്ങൾ കഴിയുമ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളായി ചിലപ്പോൾ നീ മാറിയിരിക്കാം. പക്ഷെ അന്ന് നോ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നിനക്ക് ഒരിക്കലും തന്നെ അങ്ങനെ പോകേണ്ടി വരുമായിരുന്നോ? ഇല്ല. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ബസ്സിലെ കിളി നിങ്ങളോട് പറയുകയാണ്, മോളെ നീ സുന്ദരിയാണ് എന്ന് പറയുകയാണ്. അപ്പൊ നിന്റെ മനസ്സിൽ വിചാരിക്കും, അച്ഛൻ പറഞ്ഞിട്ടില്ല സുന്ദരി എന്ന്, അമ്മ പറഞ്ഞിട്ടില്ല സുന്ദരി, ബസ്സിലെ കിളി മാത്രം സുന്ദരി എന്ന് പറഞ്ഞു. പുസ്തകം എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത്, മലയാളം പുസ്തകം എടുത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബസ്സിലെ കിളിയുടെ രൂപം പുസ്തകത്തിലൂടെ കയറി ഇറങ്ങിപ്പോകും. വർഷങ്ങൾ കഴിയുമ്പോൾ ആ ബസ്സിലെ കിളിയോടുകൂടി ഒളിച്ചോടി പോകുന്ന കുട്ടിയായി മാറും. അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വർഷങ്ങൾ വീണ്ടും കഴിയുമ്പോൾ അവർ നല്ല അഭിനയിക്കാൻ പാഠവുമുള്ളവരായി വരും. അമൃത ടിവിയിൽ കഥയില്ലത് ജീവിതത്തിൽ എന്ത് ചെയ്യും? അവതരിപ്പിക്കാനായിട്ട് അവർ വരും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് പറ്റിയത്? ലക്ഷ്മണരേഖ ലംഘിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രാമായണം തരുന്ന ഏറ്റവും വലിയൊരു പാഠം ഇതാണ്. നോ എന്ന് പറയേണ്ട സ്ഥലത്ത് ഏത് പറയാൻ പഠിക്കണം? നോ എന്ന് പറയാൻ പഠിക്കണം. നോ എന്ന് പറയേണ്ട സ്ഥലത്ത് ഏത് പറയാൻ പഠിക്കണം? നോ എന്ന് പറയാൻ പഠിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ മുമ്പൊരു ക്യാമ്പിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയി. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോൾ 2 രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. സാർ എന്താണ് ക്യാമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പെണ്ണ് ഇനി വീട്ടിൽ വന്നതേ ഉള്ളൂ, ഞാൻ കടയിൽ പോയി സാധനം വാങ്ങാൻ പറഞ്ഞപ്പോൾ പെൺകുട്ടി പറയാണ് നോ അച്ഛാ നോ. ക്യാമ്പിൽ പഠിപ്പിച്ചു വിട്ടത് എന്താണ്? നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയണം. അച്ഛൻ കടയിൽ പോകാനായിട്ട് പറഞ്ഞപ്പോൾ നോ അച്ഛാ നോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോ എന്ന് പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടും ഏത് പറയാൻ പഠിക്കണം? നോ എന്ന് പറയാൻ പഠിക്കണം. ഇതാണ് രാമായണം നമുക്ക് നൽകുന്ന 4ാമത്തെ ജീവിത സന്ദേശം. ഒന്നാമത് നമ്മൾ പറഞ്ഞു, മൈ ബിഹേവിയർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അടുത്തത്, മൈ ഹാപ്പിനെസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അടുത്തത് നമുക്ക് പറയാൻ പറ്റും, മൈ ക്യാരക്ടർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എന്താ പറഞ്ഞത്? മൈ ക്യാരക്ടർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. മൈ ക്യാരക്ടർ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞേ, മൈ ക്യാരക്ടർ ഈസ് മൈ ബിഹേവിയർ ഈസ് മൈ ഹാപ്പിനെസ് ഈസ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. രാമായണം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. ആ സന്ദേശം ഇതാണ്, എല്ലായ്പ്പോഴും വളരെ എളിമയോടെ പെരുമാറാനായിട്ട് ആര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്? രാമായണൻ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ എളിമയോടെ പെരുമാറാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ രാമായണം തുടങ്ങുന്നത് എങ്ങനെയാ തുടങ്ങുന്നത്? ആരാ രാമായണം എഴുതിയത്? അദ്ദേഹം ആരായിരുന്നു? കർണാടകക്കാരനാണ്. കാട്ടാളനായിരുന്നു. പക്ഷെ കാട്ടാളനായിട്ടുള്ള രത്നാകരൻ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചു, അല്ലെ? എനിക്ക് ഇന്നതായി തീരണം, അല്ലെങ്കിൽ ഇന്നതാവണ്ട എന്നുള്ള ഉപേക്ഷിച്ചിട്ട് ഏറ്റവും നല്ലൊരു ഗോള് സെറ്റ് ചെയ്തിട്ടാണ് ആരെന്ന് തപസ് ചെയ്തത്? കാട്ടാളനായിട്ടുള്ള രത്നാകരൻ എന്ത് ചെയ്തത്? തപസ് ചെയ്തത്. അങ്ങനെ തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് രത്നാകരൻ ആരായി മാറി? വാൽമീകിയായി മാറി. അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഏത് ഉയരത്തിലും നമുക്ക് എത്താൻ കഴിയും. നമ്മൾ എന്ത് ചെയ്തിരുന്നാൽ മതി? നമ്മുടെ ലക്ഷ്യം മുമ്പേ ഉറപ്പിച്ചിരുന്നാൽ നമുക്ക് ഏത് ഉയരത്തിലും എത്താൻ കഴിയും. ഇതാണ് രാമായണം നമുക്ക് ആദ്യം നൽകുന്ന സന്ദേശം.
ഏറ്റവും ആദ്യം നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടതെന്നുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ യാത്രയിൽ ആരുണ്ടാവും? ഈശ്വരനുണ്ടാവും, ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാവും, അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ യജ്ഞാകരിൽ നിന്ന് വാൽമീകി ആയതുപോലെ തന്നെ നമുക്കും ആരായി മാറാൻ കഴിയും? വാൽമീകിയെ പോലെ മാറാൻ കഴിയും. അങ്ങനെ മാറാനായിട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. രാമായണം തരുന്ന അടുത്ത 5ാമത്തെ സന്ദേശം ഇതാണ്. ഞങ്ങൾ കരുതിയ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിന്റെ ഇരുട്ടിൽ ജീവിതം വെട്ടം നിറയട്ടെ. അങ്ങനെ രാമായണം നമ്മുടെ ജീവിതത്തിൽ വെട്ടം നിറയ്ക്കാൻ പോകുമ്പോൾ മറ്റുള്ളവരെയും നമ്മെ പോലെ കാണാൻ ആര് പഠിപ്പിച്ചു? രാമായണം പഠിപ്പിച്ചു. രാമായണത്തില് രാമൻ യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, അണ്ണാൻ മുതൽ കുരങ്ങൻ വരെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് രാമൻ എന്തിനു പോകുന്നത്? യുദ്ധത്തിന് പോകുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം എവിടെ ഉണ്ടായിരുന്നു? രാമായണത്തിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. എങ്കിലേ നമ്മൾ രാമായണത്തിന് അനിശ്ചിതമായിട്ടൊരു ജീവിതം നമുക്കുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4 വരികൾ പാടാം. മറ്റുള്ളവരും, എല്ലാവരും പറഞ്ഞേ, ഞങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ ഞങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിന്റെ ഇരുട്ടിൽ ജീവിതം വെട്ടം നിറയട്ടെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പാടും. നമുക്ക് ഒന്ന് പാടാൻ ശ്രമിച്ചു നോക്കാം. മറ്റുള്ളവരും ഞങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, മറ്റുള്ളവരും ഞങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ ഞങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. അവരുടെ നോവുകൾ ഞങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. ഞങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. എന്തായാലും നിങ്ങൾ വളരെ മിടുക്കരായ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞതിൽ കുറച്ചെങ്കിലൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമായിരിക്കും അല്ലേ? എത്ര പേര് ശ്രമിക്കും? ഓക്കെ, ഇത്രയും പേര് ശ്രമിക്കും. എത്രയും പേര് അത് നടപ്പിലാക്കും? ഓക്കെ, അപ്പൊ നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാനായിട്ട് ചെയ്യാം. ഈശ്വര അനുവദിക്കട്ടെ. എന്തായാലും നിങ്ങളോട് വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആരെങ്കിലും 2 പേര് വന്ന് ഈ ക്ലാസ്സിൻ്റെ ഒരു അഭിപ്രായം പറയാം. 2 പേർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. ഓക്കെ, 2 പേര്. ആദ്യം പാർവതി വന്നു. നല്ല ക്ലാസ് ആയിരുന്നു. കുറേ ജീവിതത്തിലേക്ക് നമുക്ക് ഉയരാനുള്ള കുറേ ടിപ്സും അതേപോലെ ഉപദേശങ്ങളും ഒക്കെ സാറ് തന്നു. അതിനായിട്ട് ഈ ക്യാമ്പിനും സാറിനോടും എനിക്ക് നന്ദി പറയണം. വളരെ എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു. എന്റെ പേര് പറയാൻ എന്റെ പേര് അവൻ അറിഞ്ഞൂടാ. അവൻ പറയുന്നോ ഇണയമണയിരിക്കുന്ന ഒരു സാറ് വന്ന് ക്ലാസ് എടുക്കുന്ന പിന്നെ പറയും. അതുകൊണ്ട് എന്റെ പേര് പഠിച്ചോ ഷാജി. ഷാജി സാറിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു. നമുക്ക് ജീവിതത്തിൽ പടർത്താനെല്ലാം പറഞ്ഞു തന്നു.
മിടുക്കൻ. ആ മിടുക്കന് ക്ലാപ്പ് കൊടുക്കാം. ഈ ലാസ്റ്റ് ഒരാൾ കൂടെ വന്ന് അവിടെ കാണില്ല. ഒരാൾ കൂടെ. ഒരാൾ രണ്ടുപേരായി. എറണാകുളം കയ്യില്ലേ അനിയത്തി ചേട്ടനും കൂടെ വന്നു. പറയാം. നല്ല രസമായിരുന്നു ക്ലാസ്. പിന്നെ എന്തൊക്കെ കുറേ എങ്ങനെയാ ജീവിതം മുന്നോട്ട് ലക്ഷ്യം ആദ്യം മുന്നിൽ വെച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞായിരുന്നു. നല്ല രസമായിരുന്നു. ഓക്കെ താങ്ക് യു. അവിടെ സമയം പോയി. നല്ല ക്ലാസ്സായിരുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യവും ചെയ്താൽ മാത്രം പോരാ, അത് ശരിയായ കാര്യം ശരിയായി ചെയ്യാനും കൂടി പഠിച്ചിരുന്നു. ഇതിന് ക്യാമ്പിനും സാർ